ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ 360 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായതും സംസ്കാരത്തിനും സൗന്ദര്യത്തിനും പേരുകേട്ട ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ഈ മഹാരാഷ്ട്രയിലെ ഏറ്റവും ഭംഗിയുള്ളതും ടൂറിസ്റ്റ് പ്ലേസസിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലങ്ങളിൽ രണ്ടായ ലോണവാല, മഹാബലേശ്വരം, ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മഹാബലേശ്വരം ശരിക്കും പറഞ്ഞാൽ സ്ട്രോബെറിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ ഇതിനൊരു ഹിൽ സ്റ്റേഷനായി വികസിപ്പിക്കുകയും അതിനോടൊപ്പം ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തന്നെ ബോംബെ പ്രസിഡൻസിയുടെ ഒരു വേനൽക്കാല വസതിയായി പ്രവർത്തിക്കുകയും ചെയ്തു. സഹ്യാദ്രിയുടെ രത്നം, ഗുഹകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലോണവാലയിലേക്കാണ് പിന്നീടുള്ള എൻ്റെ യാത്ര. ഈ ഹിൽ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, ശാന്തമായ തടാകങ്ങൾ, അറിയപ്പെടുന്ന ഗുഹകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പശ്ചാത്തലത്തിലാണ് ഈ ലോണവാല അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യ യാത്ര എന്ന് പറയുന്നത് മഹാബലേശ്വരത്തെ പ്രതാപ്ഗഡിലേക്കാണ്. ഛത്രപതി ശിവാജി മഹാരാജ് തന്റെ രാജ്യം നീര, കൊയാന നദികളുടെ തീരത്ത് വ്യാപിച്ചിരുന്നു. തന്റെ രാജ്യത്തിന്റെ ഈ പ്രദേശം സംരക്ഷിക്കുന്നതിന് നന്നായി നിർമ്മിച്ച ഈ കോട്ട ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രതാപ്ഗഡ് എന്നാണ് ഈ കോട്ടയുടെ പേര്. ചരിത്രത്തിലെ രേഖകൾ പ്രകാരം 1657 പ്രതാപ്ഗഡ് കോട്ട നിർമ്മിച്ചത്. വടക്കൻ സത്താറ ജില്ലയിലെ ജവാലി താലൂക്കിൽ മഹാബലേശ്വറിന് 8 കിലോമീറ്റർ പടിഞ്ഞാറായാണ് പ്രതാപ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്. പാർ, കിനേശ്വർ പട്ടണങ്ങൾക്കിടയിലുള്ള ദൈബരിയ എന്ന കുന്നിൽ മുകളിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മഹാബലേശ്വരിൽ നിന്ന് മഹാഗഡിലേക്കുള്ള വഴിയിൽ കുമ്രേഷി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അരമണിക്കൂർ യാത്രയുണ്ട്. കോട്ട കയറാൻ ബുദ്ധിമുട്ടാണ്. ജവാലി വനം എന്ന പ്രദേശത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത കവി ഗോവിന്ദ് പ്രതാപ്ഗഡ് കോട്ടയ്ക്ക് ചുറ്റുമുള്ള ചുറ്റുപാടുകളെ വളരെ വ്യക്തമായ വാക്കുകളിൽ വിവരിച്ചു. പൂനെയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. പൂനെ എയർപോർട്ടിൽ നിന്ന് 148 കിലോമീറ്ററും മുംബൈ എയർപോർട്ടിൽ നിന്ന് 224 കിലോമീറ്ററും അകലെയാണ് പ്രതാപ്ഗഡ് കോട്ട. സത്താറയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. സത്താറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. സത്താറയിൽ നിന്ന് 81 കിലോമീറ്റർ അകലെയാണ് പ്രതാപ്ഗഡ് കോട്ട. കോട്ടയുടെ അടിയിൽ ഇടതുവശത്ത് ഒരു പാതയുണ്ട്. ഫലകം ദർഗാ ഷെരീഫിലേക്കുള്ള വഴി കാണിക്കുന്നു. അസ്ഫൽ ഖാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഈ കോട്ടയ്ക്ക് ഒരു പ്രധാന വാതിൽ മാത്രമേ ഉള്ളൂ. അതിന് താഴെ ഒരു അരുവിയുണ്ട്. അത് മഴവെള്ളം മുകളിലേക്ക് ചെരുവിലൂടെ ഒഴുകുന്നു. ഏതാനും പടികൾ കയറിയാൽ വാതിൽക്കലെത്താം. പ്രധാന വാതിലിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന കൊത്തളങ്ങൾ ഈ വാതിലിനുള്ളിലുണ്ട്. വൃത്തത്തിന്റെ 3/4 ചുറ്റി സഞ്ചരിച്ചാൽ ഈ കൊത്തളം കാണാം.
ഇപ്പോൾ ഈ കാണുന്നതാണ് പ്രതാപ്ഗഡ് ട്രഡീഷണൽ വില്ലേജ്. ഇതൊരു മ്യൂസിയം പോലെയാണ്. ശിവജിയുടെ ഒരു വെങ്കല കുതിര സഫാരി പ്രതിമ കോട്ടയിലുണ്ട്. 1957 നവംബർ 30 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അതേ വർഷം തന്നെ പൊതുമരാമത്ത് വകുപ്പ് കുംബ്രോസി ഗ്രാമത്തിൽ നിന്ന് കോട്ടയിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചു. 1960 കോട്ടയ്ക്കുള്ളിൽ ഒരു ഗസ്റ്റ് ഹൗസും ചെറിയ പാർക്കും നിർമ്മിച്ചു. 1957 ഛത്രപതി ശിവാജി മഹാരാജ് വിജാപൂരിലെ ഭരണാധികാരികൾക്ക് സഹിക്കാനാവാത്തത്ര ശക്തനായി. അവന്റെ ശക്തി വർദ്ധിച്ചു. വിജാപൂർ രാജ്യത്തിന്റെ പുതിയ പ്രവിശ്യകൾ അദ്ദേഹം കാലാകാലങ്ങളിൽ കീഴടക്കി. ശിവാജി മഹാരാജിനെ തടയാൻ അഫ്സൽ ഖാനെ നിയോഗിച്ചു. എന്നാൽ ശിവാജി മഹാരാജ് അദ്ദേഹത്തെ തന്ത്രപരമായി വധിച്ചു. ഈ സംഭവം ചരിത്രത്തിൽ വളരെ വിശുദ്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫ്സൽ ഖാന്റെ ശവകുടീരം ഇപ്പോഴും അവിടെയുണ്ട്. മരങ്ങൾക്കിടയിലുള്ള ചരിവിന്റെ 3-ാം ഘട്ടത്തിൽ നിരപ്പായ നിലത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതാപ്ഗഡ് കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ലോർഡ് വിക് പോയിന്റും എലിഫന്റ് പോയിന്റിലേക്കാണ്. മഹാബലേശ്വര ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ലോർഡ് വിക് പോയിന്റ്. മുമ്പ് സിഡ്നി പോയിന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4087 അടി ഉയരത്തിലാണ് ഈ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ലോർഡ് വിക് പോയിന്റ് ഏരിയയ്ക്ക് 2 പോയിന്റ് ഉണ്ട്. ലോർഡ് വിക് പോയിന്റും എലിഫന്റ്സ് ഹെഡ് പോയിന്റും.
1824 ഏപ്രിൽ മല കയറുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജനറൽ ലോർഡ് വിക്കിന്റെ ബഹുമാനാർത്ഥം ലോർഡ് വിക്ക് പോയിന്റ് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ദൂരെയുള്ള പ്രതാപ്ഗഡ് കോട്ടയുടെയും എൽഫിൻസ്റ്റൺ പോയിന്റിന്റെയും സമാനതകളില്ലാത്ത കാഴ്ചകൾ ഈ പോയിന്റ് പ്രദാനം ചെയ്യുന്നു. ജനറൽ ലോർഡ് വിക്കിന്റെ നേട്ടത്തെ ബഹുമാനിക്കാൻ അദ്ദേഹത്തിന്റെ മകൻ ഈ സ്മാരകത്തിന്റെ ചുവട്ടിൽ ഏകദേശം 25 അടി ഉയരമുള്ള ഒരു സ്മാരക തൂൺ സ്ഥാപിച്ചു. ജനറലിന്റെ തല മാർബിളിൽ കൊത്തിയെടുത്തതാണ്. പർവ്വതനിരയുടെ അങ്ങേയറ്റത്തെ അവസാനമാണ് എൽഫിൻസ്റ്റൺ ഹെഡ് പോയിന്റ്. ലോർഡ് വിക്ക് പോയിന്റ് അപ്പുറത്താണ്. മലയുടെ മുൻഭാഗം ആനത്തലയെ പോലെയാണ്. അതിനാൽ ഈ പോയിന്റ് എൽഫിൻസ്റ്റൺ ഹെഡ് പോയിന്റ് എന്നറിയപ്പെടുന്നു. പോയിന്റിന്റെ ചുറ്റുപാടുകളുടെ അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്നു. കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കുകയോ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോണി സഫാരി നടത്തുകയോ വേണം. ഈ മഹാബലേശ്വരത്തെ യാത്ര കൂടുതലും ഞാൻ ലോക്കൽ ബസ്സിലായിരുന്നു. ഇനി എൻ്റെ അടുത്ത യാത്ര വെണ്ണ ലേക്കിലേക്കാണ്. ഇവിടെ ഞാൻ കൂടുതലും ഹോഴ്സ് റൈഡിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അതുപോലെ മഹാബലേശ്വരം വെണ്ണ തടാകം സന്ദർശിക്കാൻ പ്രവേശന ഫീസ് ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ബോട്ടിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ 30 മിനിറ്റുള്ള റോബോട്ടുകൾക്ക് 250 രൂപയും പെഡൽ ബോട്ടുകൾക്ക് 1 മണിക്കൂറിന് 440 രൂപയുമാണ്. തുഴവള്ളങ്ങളിൽ പരമാവധി 7 പേർക്കും പെഡൽ ബോട്ടിൽ ഒരു സമയം 6 പേർക്കും പോവാവുന്നതാണ്. 1 മണിക്കൂർ ബോട്ടിൽ ബോട്ടിംഗ് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അധികൃതർ അതിന് 500 രൂപ ഈടാക്കും. സമയത്തിന്റെ കാര്യത്തിൽ വെണ്ണ തടാകം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ സന്ദർശകർക്കായി അതിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. സൂര്യാസ്തമയം വരെ മാത്രമേ തടാകത്തിൽ ബോട്ടിംഗ് അനുവദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. വെണ്ണ തടാകം മഹാബലേശ്വരിലെ ഏറ്റവും മനോഹരവും പ്രകൃതി രമണീയവുമായ തടാകങ്ങളിലൊന്നായി മാറുക മാത്രമല്ല, മറ്റു പല ആവശ്യങ്ങൾക്കും ഇത് സഹായിക്കുന്നു. സമീപത്തെ ടൗൺഷിപ്പിന്റെ പ്രധാന ജലസ്രോതസ്സാണ് മഹാബലേശ്വരിലെ ഏറ്റവും പ്രിയപ്പെട്ട ആകർഷണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സമൃദ്ധമായ പച്ചപ്പും പ്രകൃതി രമണീയമായ സൗന്ദര്യവും കൊണ്ട് നിറഞ്ഞതാണ് ഈ സ്ഥലം. ഒരിക്കൽ സതാറയുടെ ഭരണാധികാരിയും പ്രശസ്ത ഛത്രപതി ശിവാജി മഹാരാജിന്റെ പിൻഗാമിയുമായ അപ്പോസാസകത് മഹാരാജാണ് തടാകം നിർമ്മിച്ചത്. മെമ്മറി പാതയിലൂടെ ഒരു യാത്ര നടത്താൻ മലനിരകളിലെ ഗാർഡൻസ് ഓഫ് മാപ്രോയിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ട്രീറ്റുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് കണ്ടെത്തുന്നതിന് മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നല്ല ഭക്ഷണത്തിന്റെ മാന്ത്രികത ആസ്വദിക്കുന്നത് വരെ എല്ലാവരുടെയും അവധിക്കാലം സവിശേഷമാക്കാൻ നല്ലൊരു സ്ഥലമാണ് മാപ്രോ ഗാർഡൻ. മഹാബലേശ്വറിലെ മാപ്രോ ഗാർഡൻ സന്ദർശിക്കാൻ പ്രവേശന ഫീസ് നൽകേണ്ടതില്ല. നിങ്ങൾക്ക് യാതൊരു ഫീസ് നൽകാതെ തന്നെ ക്യാമറ കൊണ്ടുവരാൻ പറ്റും. റെസ്റ്റോറൻറ്റിലെ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും നിരക്ക് ഈടാക്കും. എല്ലാ സന്ദർശകർക്കും അവരുടെ വ്യവസായ സൗകര്യങ്ങളിലേക്കുള്ള സന്ദർശനവും രുചിക്കാൻ ടേസ്റ്റിംഗ് ടൂർ ഫ്രീ ആണ്.
ടൈം വരുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ മാപ്രോ ഗാർഡൻ വിസിറ്റ് ചെയ്യാം. മഹാബലേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 300 മീറ്ററും മഹാബലേശ്വര ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്ററും അകലെ പഴയ മഹാബലേശ്വറിലെ പഞ്ചഗംഗാ ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ക്ഷേത്രമാണ് കൃഷ്ണബായി ക്ഷേത്രം. പ്രശസ്തമായ മഹാബലേശ്വര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. കൃഷ്ണബായി ക്ഷേത്രം കൃഷ്ണനദിയുടെ ഉത്ഭവസ്ഥാനമാണ്. 1880 രത്നഗിരിയിലെ ഒരു ഭരണാധികാരി കൃഷ്ണ താഴ്വരയ്ക്ക് അഭിമുഖമായുള്ള ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഒരു ശിവലിംഗവും കൃഷ്ണദേവിയുടെ മനോഹരമായ പ്രതിമയുമുണ്ട്. പശുവിന്റെ മുഖത്തു നിന്ന് ഗോമുഖ് ഒഴുകുന്ന നദിയുടെ ഒരു ചെറിയ അരുവി കൃഷ്ണനദിയുടെ ഉത്ഭവസ്ഥാനമായ ഒരു കുണ്ടിലോ വാട്ടർ ടാങ്കിലോ പതിക്കുന്നു. കല്ലിൽ കൊത്തിയ തൂണുകളും മേൽക്കൂരകളുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. കൃഷ്ണ താഴ്വരയുടെയും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളുടെയും ആകർഷകമായ കാഴ്ചകളും ഈ ക്ഷേത്രം പ്രദാനം ചെയ്യുന്നു. ഇവിടെ സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. മഹാബലേശ്വർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ, പഴയ മഹാബലേശ്വരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ മഹാബലേശ്വറിലെ ആർത്തർ സ്ട്രീറ്റ് പോയിന്റിൽ നിന്നും സമീപമുള്ള ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് എൽഫിൻസ്റ്റൺ പോയിന്റ്. എൽഫിൻസ്റ്റൺ പോയിന്റ് 1830കളിൽ ഡോമുറെ കണ്ടുപിടിച്ചു. അതിനടുത്തായി ഒരു പഴയ മാളികയുണ്ട്. ബോംബെ പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന മൗണ്ട് സ്റ്റുവേർട്ട് എൽഫിൻസ്റ്റോണിൽ നിന്നാണ് വ്യൂ പോയിന്റിന് ഈ പേര് ലഭിച്ചത്. ഈ മാളിക ഇപ്പോൾ തകർന്ന നിലയിലാണ്. വിനോദസഞ്ചാരികൾക്കായി ഒരു പിക്നിക് ഷെഡ് സ്ഥാപിക്കുന്നതിനായി പ്രാദേശിക അധികാരികൾ പൊളിക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടെ വരേണ്ട സമയം കൂടുതലും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. മഹാബലേശ്വറിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് എൽഫിൻസ്റ്റൺ പോയിന്റ്. 2 താഴ്വരകൾക്കും അഭിമുഖമായി ഇടതുവശത്ത് കൊയ്ന നദിയും വലതുവശത്ത് സാവിത്രി നദിയും, പ്രതാപ്ഗഡ് കോട്ട, കൊയ്ന താഴ്വര, അടുത്തുള്ള സമതലങ്ങൾ എന്നിവയുടെ വിശാലമായ കാഴ്ചയാണ് ഉയർന്ന പാറക്കെട്ട് കൽപ്പിക്കുന്നത്. എൽഫിൻസ്റ്റൺ പോയിന്റിനും ആർത്തർ സ്ട്രീറ്റ് പോയിന്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലയിടുക്കിനെ നമുക്ക് അഭിനന്ദിക്കാം. പിന്നീട് ഞാൻ എത്തുന്നത് ആർത്തർ സ്ട്രീറ്റിലും വിൽസൺ പോയിന്റിലും ഹെലൻസ് പോയിന്റിലുമാണ്. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 1470 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർത്തറിന്റെ ഇരിപ്പിടം എല്ലാ പോയിന്റുകളുടെയും രാജ്ഞി എന്നറിയപ്പെടുന്നു. സാവിത്രി നദിയിലെ ഒരു ഫെറി അപകടത്തിൽ ഭാര്യയെയും 1 മാസം പ്രായമുള്ള മകളെയും നഷ്ടപ്പെട്ട ആർത്തർ മാലിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്.
അടുത്തതായി ഞാൻ കൂടുതൽ മഹാബലേശ്വരം നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടെത്തി. മഹാബലേശ്വരിൻ്റെ നൈറ്റ് ലൈഫ് ഒരു പ്രത്യേകതര രസമുള്ളതാണ്. നല്ല തണുപ്പായിരുന്ന ഈ രാത്രിയിൽ പല സ്ഥലങ്ങളും ഈ രാത്രിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ മഹാബലേശ്വരം പല പോയിന്റുകളുമുണ്ട്. പിന്നീട് ഞാൻ എത്തുന്നത് അംബോലി വെള്ളച്ചാട്ടത്തിലാണ്. മഹാരാഷ്ട്രയിലെ അംബോലി എന്ന ഹിൽ സ്റ്റേഷനിലാണ് ആശ്വാസകരമായ അംബോലി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സഹ്യാദ്രി. ഇവിടെ ഞാൻ വരുന്ന മാസം വെള്ളം തീരെയില്ല. മോസ്റ്റ്ലി ജൂലൈ ഓഗസ്റ്റിലാണ് വെള്ളച്ചാട്ടം സീസൺ. അപ്പോൾ ഇവിടെ നല്ല വെള്ളച്ചാട്ടമായിരിക്കും. ഇവിടെ നമ്മുടെ കേരളം പോലെയല്ല, 365 ദിവസവും വെള്ളം കാണുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയല്ല. നല്ല വെള്ളച്ചാട്ടമുള്ളപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് വെള്ളം ചാടും. മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അംബോലി സമുദ്രനിരപ്പിൽ നിന്ന് 690 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അസാധാരണമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായതിനാൽ ലോകത്തിലെ ഇക്കോ സ്പോട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അംബോളിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് അംബോലി വെള്ളച്ചാട്ടം. വർഷം മുഴുവനും നിരവധി സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. അവിശ്വസനീയമായ വിധം ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും മറ്റ് നിരവധി വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. വെള്ളം വീഴുന്നതിൻ്റെയും ചുറ്റുമുള്ള പച്ചപ്പിൻ്റെയും കാഴ്ച ഇതിനകം തന്നെ വിസ്മയിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയും മനോഹാരിതയും വർദ്ധിപ്പിക്കുന്നു. വർഷം മുഴുവനും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാത്തതിനാൽ ഈ മാന്ത്രിക വെള്ളച്ചാട്ടം കാണാനുള്ള ആവേശവും ജിജ്ഞാസയും ഇരട്ടിയാകുന്നു. അടുത്തത് നമ്മൾ എത്തുന്നത് ലോണാവാലയിലെ ലോണാവാല റിതം റിസോർട്ടിലാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. പ്രകൃതി സൗന്ദര്യത്താൽ സമൃദ്ധമായ ഒരു ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ലോണാവാല പരക്കെ അറിയപ്പെടുന്നു. സഹ്യാദ്രി പർവ്വതനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ദമ്പതികൾക്കും കുടുംബയാത്രകൾക്കും അനുയോജ്യമാണ്. മനോഹരമായ പച്ചപ്പിന് നടുവിൽ മറഞ്ഞിരിക്കുന്ന റിതം ലോണാവാലയിലെ ഏറ്റവും മികച്ച റിസോർട്ടുകളിലൊന്നാണ്. മികച്ച അന്തരീക്ഷം ഈ ശാന്തമായ ലക്ഷ്യസ്ഥാനത്തെ നമ്മുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നു. ലോണാവാലയിലെ ഏറ്റവും മികച്ച ഹോട്ടലായി റിതം റിസോർട്ടിനെ ഉറപ്പിക്കാവുന്നതുമാണ്. സമാനതകളില്ലാത്ത താമസം വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന അത്ഭുതകരമായ താമസ സൗകര്യങ്ങളാണ് ലോണാവാലയിലെ ഈ റിതം റിസോർട്ട്. ഇവരുടെ സ്യൂട്ടുകളെല്ലാം തന്നെ വിശ്രമിക്കുന്നതിനും വിശാലമായ എല്ലാ സൗകര്യത്തോടു കൂടിയതാണ്. ഇവരുടെ ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ മനോഹരമായാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനായി സ്പെഷ്യൽ പ്ലേസ് അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഫൺ സോൺ, ക്രിക്കറ്റ് നെറ്റ്, ലൈബ്രറി, കോർണർ സ്റ്റോൺ, വാക്കിംഗ് പാത്ത്, ആർട്ട് ടവർ, ട്രക്സ് ആൻഡ് ടൂൾസ്, ഫൺ ഈവനിങ് എല്ലാം ഉണ്ട്. റെസ്റ്റോറൻറ്റ് തന്നെ പലതായി ഇവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ്. പൂൾ സൈഡിലുള്ളതിനെ ദ കോട്ടിയാർഡ് പൂൾ സൈഡ് ബിസ്ട്രോ എന്നും പിന്നെ ട്രീ ഹൗസ് കഫേ, സിഡാർ എന്നും ഒക്കെയാണ് പല ഏരിയയിലുള്ള ഈ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റുകളെ വിളിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായ സ്വിമ്മിംഗ് പൂൾ കാണാം. അത്യാധുനിക നീന്തൽക്കുളമാണ് മുറ്റത്തെ ആകർഷണ കേന്ദ്രം. യുവ ചാമ്പ്യന്മാർക്കായി പ്രത്യേക കിഡ്സി പൂളും ഉണ്ട്. ഇവിടെ ഋതത്തിൽ നല്ലൊരു ഫിറ്റ്നസ് ഏരിയ ഉണ്ട്. നല്ലൊരു ഹെൽത്ത് ക്ലബ്, അത്യാധുനിക ഉപകരണങ്ങൾ മാത്രമല്ല നമ്മുടെ വ്യായാമങ്ങളിലൂടെ നമ്മളെ നയിക്കുന്ന കഴിവുള്ള പരിശീലകരുമുണ്ട്. അതിനോട് അടുത്തുള്ള എക്സ്ക്ലൂസീവ് സ്പാ വളരെ സൗകര്യങ്ങളുള്ളതാണ്. വളരെ നല്ല സുഖകരമായ മസാജുകളും തെറാപ്പികളും നൽകുകയും ആരോഗ്യ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രവാസി അതിഥികൾക്കായി സ്പാ തുറന്നിരിക്കുമ്പോൾ വെൽനസ് പ്രോഗ്രാമുകൾ താമസിക്കുന്ന അതിഥികൾക്ക് മാത്രമേ ലഭിക്കൂ.
പിന്നീട് ഞാൻ എത്തുന്നത് ലോണാവാലയിലെ ലേക്കിലേക്കാണ്. ഇന്ദ്രായണി നദിയിൽ നിന്നാണ് ലോണാവാല തടാകം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഈ തടാകം നിറയുകയും ശൈത്യകാലത്ത് വറ്റുകയും ചെയ്യുന്നു. ഇത് മൺസൂൺ തടാകം എന്നറിയപ്പെടുന്നു. പക്ഷി നിരീക്ഷണം, നീന്തൽ, ചൂണ്ടയിടൽ തുടങ്ങിയ വിനോദങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രശസ്തമായ പിക്നിക് സ്ഥലമാണിത്. ലോണാവാലയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ, ഖണ്ടാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെ പൂനെയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വഴിയിലാണ് രാജ്മാജി പോയിന്റ്. ഖണ്ടാലയിലെ ഘട്ട് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ലോണാവാലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് രാജ്മാജി പോയിന്റ്. ഡ്യൂക്ക് റിട്രീറ്റിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് രാജ്മാജി പോയിന്റ്. അവിശ്വസനീയമായ മാറാത്ത ഭരണാധികാരി ഛത്രപതി ശിവാജിയുടെ രാജ്മാജി കോട്ട ഈ സ്ഥലത്തിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. ഇപ്പോൾ കാണുന്നത് രാജ്മാജിയിലെ കുട്ടികളുടെ പാർക്കാണ്. മങ്കി പോയിന്റ്, സൺസെറ്റ് വ്യൂ, ലയൺസ് പോയിന്റ് എന്നിവയാണ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ. ഇവിടെ വരാനുള്ള സമയം രാവിലെ 6 മണി മുതൽ 6 മണി ഈവനിംഗ് വരെയാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ ഇന്ദ്രായണി നദിയിലെ ഒരു കൊത്തുപണി അണക്കെട്ടാണ് ബുഷി അണക്കെട്ട്. മൺസൂൺ കാലത്ത് ഡാമിലെ വെള്ളം കവിഞ്ഞൊഴുകുകയും ഒരുതരം വെള്ളച്ചാട്ടം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇത് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജലപ്രവാഹം ക്രമാരഹിതമായതിനാൽ
അണക്കെട്ടിൽ നീന്തൽ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പടികളിൽ എപ്പോഴും ആസ്വദിക്കാം. ബുഷി അണക്കെട്ടിന്റെ പടവുകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന വെള്ളം തുടർന്ന് പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് മഴക്കാലത്ത് വരാന്ത്യങ്ങളിൽ വൻതോതിൽ നീങ്ങിക്കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കിടയിൽ ഈ സ്ഥലത്തെ ഹിറ്റാക്കുന്നു. മാന്യമായ ഒരു സ്ഥാനം ലഭിക്കാൻ പോലും പല വ്യക്തികൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിൽ ഇത് തിരക്കേറിയതായി മാറുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് ലയൺസ് പോയിന്റ്. ലൊണാവാലയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ ലൊണാവാലയിലെ ബുഷി ഡാമിനും അംബിവാലിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലയൺസ് പോയിന്റ് ഒരു മികച്ച സ്ഥലമാണ്. ലയൺസ് പോയിന്റിൽ നിന്നുള്ള കാഴ്ച ഗംഭീരവും പനാറോമിക്കുമാണ്. ലൊണാവാലയിൽ സന്ദർശിക്കേണ്ട പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണിത്. ഇവിടെ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും മനോഹരമാണ്. ഈ സ്ഥലത്ത് കാറ്റ് അതിശക്തമാണ്. നിരവധി സാഹസികമായ ആളുകൾ ആ ലിവിങ് ഓൺ ദി എഡ്ജ് ഫോട്ടോ എടുക്കാൻ അരികിലേക്ക് അടുക്കുന്നത് വളരെ ആവേശകരമായിരുന്നു. പോയിന്റിലേക്കുള്ള ഡ്രൈവും ഒരുപോലെ മനോഹരമാണ്. ഇവിടെ പല റൈഡ്സുമുണ്ട്. ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ്സ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. മഹാബലേശ്വരം, ലോണവാല സ്ഥലങ്ങളിൽ ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓഫീസിൽ നിന്നുള്ള ലീവ് ഭയങ്കര കുറവായതുകൊണ്ട് മഹാരാഷ്ട്രയിൽ അധികം ചെലവഴിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കുക. സൈനിങ് ഓഫ്. ദിസ് ഈസ് മനോജ് ഫ്രം ട്രാവലർ 360. ബൈ. സൗന്ദര്യവും ചാരുതയും സാഹസികതയും നിറഞ്ഞ ഒരു അത്ഭുതകരമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. കണ്ണു തുറന്ന് അവയെ തിരഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാനാകുന്ന സാഹസികതകൾക്ക് അവസാനമില്ല.